അതുകൊണ്ടാണ് എനിക്കൊപ്പമുള്ള അതിഥി, സർപ്രൈസ് അതിഥി എന്ന് ക്രിസ്റ്റീന വിശേഷിപ്പിച്ചത് വിന്ദുജ മേനോനാണ്. 1991 കലാതിലകം, ഒപ്പം തന്നെ അഭിനേത്രിയാണ്. അതിനേക്കാളൊക്കെ എനിക്കറിയാം വിന്ദുജ ഇഷ്ടപ്പെടുന്നത് പ്രമുഖ എന്നുള്ള വിന്ദുജ ഒരുപക്ഷെ വലിയ കാര്യമുള്ള കാര്യമല്ല. ഡാൻസർ എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും നൃത്തത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും നൃത്തത്തിൽ ഗവേഷണം നടത്തുകയും ഡോക്ടറേറ്റ് മേടിക്കുകയും ഒക്കെ ചെയ്ത ഡോക്ടർ വിന്ദുജ മേനോനാണ് നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നത് ഈ സ്പെഷ്യൽ ബുള്ളറ്റിനിൽ. വിന്ദുജ, നമ്മൾ വീണ്ടും കാണുകയാണ്. 2019 കാസർഗോഡ് കലോത്സവത്തിന് ശേഷം ഇവിടെ വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. തീർച്ചയായിട്ടും അനുജ, അതിന്റെ ഒരു സന്തോഷം എനിക്ക് ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ നമ്മൾ നോക്കൂ, രണ്ടുപേരുടെയും മനസ്സിന്റെ ഐക്യത്തില് ഒരു നീല അല്ലേ? അതെ, തീർച്ചയായിട്ടും നീല. അപ്പൊ 2019 നമ്മൾ കാണുമ്പോൾ അന്ന് 91 കലാതിലകമായിരുന്നു. പിന്നീട് സർക്കാരിന്റെ മുഖ്യാതിഥി എന്ന തരത്തിലേക്കാണ് അന്ന് വന്നത്. ഇപ്പോൾ എത്തുമ്പോൾ എന്താണ് ഈ വർഷങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഈ കലോത്സവത്തെ വീക്ഷിക്കാറുണ്ടല്ലോ തീർച്ചയായിട്ടും, അതിലെങ്ങനെ ഏത് തരത്തിലേക്കാണ് മാറ്റം അനുഭവപ്പെട്ടിട്ടുള്ളത് വിന്ദുജയ്ക്ക്? ഒരു കലാകാരി എന്ന നിലയിൽ ആക്ച്വലി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് പെർഫോമർ ആയിട്ടല്ല. എൻ്റെ ഒരു കലാജീവിതം എന്ന് പറയുന്നത് സ്പെഷ്യലി യൂത്ത് ഫെസ്റ്റിവലിനെ സങ്കല്പിച്ച് നോക്കുമ്പോൾ ആദ്യം പ്രേക്ഷക എന്ന നിലയിൽ അമ്മയുടെ കൂടെ, അമ്മയുടെ സ്റ്റുഡൻസിന്, കലാമണ്ഡലം വിമല മേനോൻ എന്നുള്ള എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ശിങ്കിടിക്കാരിയായിട്ടാണ് യൂത്ത് ഫെസ്റ്റിവലിലേക്ക് അന്ന് അങ്ങനെ പൊന്നമ്പളി പോലുള്ള വലിയ വലിയ കലാകാരന്മാർ പെർഫോം ചെയ്ത സമയത്ത് അവരെ നോക്കിക്കണ്ട് അവരേറ്റവും നല്ല എന്താ പറയുക, ഒരു ടാലന്റഡ് പെർഫോമറായിട്ട് മാറുന്നത് കണ്ടു നിന്ന ഒരു വ്യക്തിയാണ്. പിന്നീട് ഞാനൊരു പെർഫോമറായിട്ട് വന്നു. അന്നൊന്നും സമ്മാനത്തിന് ഇത്രയും മുഖ്യത്വം ഉണ്ടെന്നോ എനിക്കൊരു വലിയ റെസ്പോൺസിബിലിറ്റി കാലങ്ങൾക്ക് ശേഷം അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആവുമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഏറ്റവും നന്നായിട്ട് കളിക്കാൻ പറ്റണം, എന്നെ പഠിപ്പിച്ച ഏത് കലാരൂപമാണെങ്കിലും നന്നായിട്ട് കളിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുശേഷം എന്താ പറയുക, ഒരു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഞാനൊരു കലയോടുള്ള ഒരു വീക്ഷണം തന്നെ നമുക്ക് മാറിപ്പോകും. കാരണം നമ്മൾ എക്സ്പീരിയൻസ് മാത്രമല്ല, ഒരു ടെക്നിക്കലി അത് ഓരോ പോയിന്റും മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിച്ചതിലൊക്കെ ഇനിയും എത്രയോ ദൂരം പഠിക്കാനുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, യുവജനോത്സവം എന്ന് പറയുന്നത് ഒരു വെറും ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പാണ്. 10ാം ക്ലാസ്സിലായിരിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. പക്ഷെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു കലാകാരൻ എന്നൊരു ലേബല്, വെറും ഒരു ലേബലാണ്. അത് തന്നെയാണ് ഇപ്പൊ വിന്ദുജയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠവും അത് തന്നെയാണ്. ഇത് കലോത്സവം എന്നൊക്കെ പറയുന്നത് വെറും പോയിന്റ് നേടാനും അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കിട്ടാനും ഒക്കെയുള്ളൊരു എളുപ്പവിദ്യ എന്നതിനപ്പുറത്തേക്ക് കലയെ നമ്മൾ എങ്ങനെയാണ് പിന്നീട് ജീവിതത്തിൽ കലയെ ചേർത്ത് പിടിക്കുന്നത് എന്നതിലേക്ക് കൂടി ആകണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ. ഇതിൽ എത്ര എ ഗ്രേഡ് കിട്ടുന്നോ അല്ലെങ്കിൽ 1ാം സമ്മാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും അല്ല. വിന്ദുജ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇത്രയും വർഷങ്ങൾ, ഇപ്പോൾ ഏതാണ്ട് 10-30 വർഷത്തിന് മുമ്പാണ് കലാതിലകമായത്. അതിനുശേഷം അതാ ഇപ്പോഴും എന്തൊക്കെയാണല്ലേ പുതിയ പരീക്ഷണങ്ങൾ, എല്ലായിടത്തും പെർഫോമൻസ് നടത്തുന്നു. ലോകത്ത് പലയിടങ്ങളിലും ഡാൻസ് സ്കൂളുകൾ തുടങ്ങുന്നു. അതിനെക്കുറിച്ച് കൂടി ഞാൻ എഗൈൻ പറയുന്ന പോലെ നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയൊന്നും അല്ല. എനിക്ക് ഒരു കലാകാരി എന്ന നിലയിൽ എന്തൊക്കെ സംഭാവനകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ജീവിതം മാറുന്നത് പോലെ തന്നെ കലയും കുറേയൊക്കെ മാറ്റങ്ങൾ. അപ്പം അതിൻ്റെ ഒരു ഫ്രെയിം വിടാതെ ഒതൻറ്റിക് ആയിട്ട് ഡാൻസ് ഫോംസ്, പ്രത്യേകിച്ച് ഞാൻ കൈകാര്യം ചെയ്യുന്നത് നൃത്തവും സംഗീതവും ആയതുകൊണ്ട് അതിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് എന്തൊക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് കൾച്ചറൽ ടാലൻറ്റഡ് മറ്റേ മിനിസ്ട്രിയിൽ നിന്ന് സീനിയർ ഫെലോഷിപ്പ്, അതിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച മോഹിനിയാട്ടത്തിനെ ബേസ് ചെയ്തുകൊണ്ട് സൂര്യനെ, ഇപ്പം മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു ഫെമിനൈൻ ഡാൻസ് ഫോമാണ്, ഒരു സ്ത്രീത്വം കൂടുതലുള്ള ഡാൻസ് ഫോം. അതിൽ സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഫെറോഷ്യസ് ആയിട്ടല്ലേ, ഏറ്റവും ഒരു മാസ്കുലിൻ്റെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്ന സൂര്യനെ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാം. അതുപോലെ തന്നെ അതിൽ പുരുഷ കഥാപാത്രങ്ങൾക്ക് ഒരു മോഹിനിയാട്ടത്തിൻ്റെ തന്മയത്തിൽ നിന്ന് മാറാതെ നമുക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾക്ക് ഒരു തുടക്കം എന്ന നിലയിൽ ഞാൻ എപ്പോഴും യുവജനോത്സവത്തിനെ കാണുന്നത്. അവിടെ ഒരു ഫസ്റ്റ് പ്രൈസ് ഈവൻ സ്റ്റേറ്റിലെത്തിയാൽ തന്നെ ഏറ്റവും വലിയ കലാകാരി എന്നാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം അനുജ പറഞ്ഞതുപോലെ കലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, എക്സ്പീരിയൻസസ്, പല കലാകാരന്മാരെ കാണാനും അവരെ പരിചയപ്പെടാനും അതുപോലെ തന്നെ നമ്മൾ എവിടെയാണ് നമ്മളെ തിരുത്തി മുന്നോട്ട് വരേണ്ടത് എന്നതിനൊക്കെ ഉള്ള ഒരു വേദി. അതായിട്ടാണ് ഞാൻ എപ്പോഴും യൂത്ത് ഫെസ്റ്റിവലിനെ അപ്പോൾ ഈ നമ്മളുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. വിന്ദുജയെ പവിത്രത്തിലെ മീനാക്ഷിക്കുട്ടി എന്ന തരത്തിൽ കൂടിയാണ് എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നത്. പല സിനിമകളിലും പിൻഗാമിയിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പല സിനിമകളിലും ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ മീനാക്ഷിക്കുട്ടിക്ക് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഇടവേളയൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ട്. ഇനി എപ്പോഴാണ് തിരിച്ച് അഭിനയ രംഗത്തേക്ക് വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടാകുമല്ലോ. അല്ല തിരിച്ചു വരുന്ന, അങ്ങനെ എവിടെയെങ്കിലും ഇറങ്ങി പോയാലല്ലേ നമുക്ക് തിരിച്ചു വരേണ്ട കാര്യം. അപ്പോൾ ഇത് കലയുടെ
ഒരു ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം പോലെ ഡാൻസ്, പാട്ട്, നാടകം, സിനിമ എന്നൊക്കെ പറയും ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല. എവിടെ നല്ല ഓപ്പർച്യൂണിറ്റി വരുന്നോ അവിടെ നമുക്ക് നന്നായിട്ട് ഇപ്പം പെർഫോമൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പം അതിൻ്റെ ഇടയിൽ ഒരു നല്ല റോൾ വന്നാൽ തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കലാകാരി എന്ന നിലയിൽ നമ്മുടെ ഒരു വ്യക്തിത്വത്തിനെ, കലയിലോട്ടുള്ളൊരു വ്യക്തിത്വത്തിനെ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള എല്ലാ രീതിയിലും ഞാൻ ചെയ്യും. അപ്പോൾ ബിന്ദു, നമ്മുടെ ഈ ചിറ്റാറ്റ് അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ബിന്ദുജ ഒരു നല്ല സിംഗറാണെന്ന് എനിക്കറിയാം. ആ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഒരു 2 വരി പവിത്രത്തിലെ പാട്ടാണ്. ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയ, എനിക്കറിയാം, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എന്നാലും അനുജ ഒരു വളരെ നല്ല സുഹൃത്തായത് കൊണ്ടും കേരളക്കര മുഴുവനും എന്നെ എല്ലാ രീതിയിലും ഒരു കലാകാരി എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തികൾ ഉണ്ടായ നിലയിൽ ഞാൻ ഒരു ചെറിയ 2 വരി പാടുകയാണ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാളമായി നിൻ ഗാനമോ ശ്രീരാഗമായി എൻ മുന്നിൽ നീ പുലർക്കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ പൊൻതന്തിയിൽ. ആഹാ, സോ ഗുഡ്. അപ്പോ സോ നൈസ് മീറ്റിംഗ് യു ബിന്ദുജ. സീ യു അഗൈൻ നെക്സ്റ്റ് ടൈം. വീണ്ടും എനിക്ക് എൻ്റെ കുഞ്ഞുമക്കളോട് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. എല്ലാ കലോത്സവവും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. എയോ ബിയോ സിയോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഉള്ളിലുള്ള കലാരൂപത്തിൻ്റെ ഏറ്റവും ഭംഗിയുള്ള രീതിയിൽ, ഏറ്റവും സ്വായത്തമാക്കിയ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ബിന്ദുജ. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതാണ് മുൻ കലാതിലകം ബിന്ദുജ മേനോന് പറയാനുള്ളത്.